അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 24-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുൽ, റസൂലെ താങ്കൾ പറയുക, ഹുവ അവനാണ്, അല്ലദീ ദറഅക്കും നിങ്ങളെ സൃഷ്ടിച്ചു വളർത്തിയവൻ, ഫിൽ അർളി ഭൂമിയിൽ, വൈലേഹി അവനിലേക്കു തന്നെയാണ്, തുഹ്ശറൂൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഖുൽ, റസൂലെ താങ്കൾ പറയുക എന്ന കൽപ്പനയോടുകൂടിയാണ് ഈ സൂക്തം ആരംഭിക്കുന്നത്. എങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള പ്രപഞ്ചനാഥൻ്റെ സന്ദേശമാണ്. ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മനുഷ്യൻ്റെ തുടക്കവും ഒടുക്കവും ചെറിയൊരായത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നതാണ്. തുടക്കം ഭൂമിയിൽ, ഒടുക്കം അള്ളാഹുവിലേക്ക്. അവൻ നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയവനാണ് എന്നാണ് പറയുന്നത്. നിങ്ങളെന്നത് മനുഷ്യരാണ്. ഭൂമിയിൽ വിവിധ ജീവിവർഗങ്ങളിൽ മനുഷ്യന് അള്ളാഹു നൽകിയ സവിശേഷമായ സ്ഥാനത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. മുഴുമനുഷ്യരുമാണ് നിങ്ങളെന്നാൽ മനുഷ്യവംശത്തിൻ്റെ ഏകത്വത്തെ അടിവരയിടുന്ന പ്രയോഗമാണ് എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയ ഈ പ്രയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിക്കുക മാത്രമല്ല എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. അതാണ് ദറഅ എന്ന വാക്കിൻ്റെ പ്രത്യേക ആശയം. വിതക്കപ്പെട്ട വിത്ത് പോലെയാണ് ഭൂമിയിലെ മനുഷ്യൻ. ഒരു നിശ്ചിത കാലശേഷം വിതക്കപ്പെട്ട വിത്തുകളിൽ നിന്നും വിളവെടുക്കും. ബൈലേഹി തുഹ്ശറൂൻ അവനിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നത് ആ വിളവെടുപ്പാണ്. മനുഷ്യ വംശത്തിൻ്റെ വർധനവും ഭൂമിയിലെ അവരുടെ അധിവാസവും അള്ളാഹുവിൻ്റെ ഏറ്റവും ആസൂത്രണം നിറഞ്ഞ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഭൂമിയിൽ എല്ലാ ഭാഗത്തും കാലാവസ്ഥ ഒന്നല്ല, സാഹചര്യങ്ങൾ ഒന്നല്ല. വിവിധ കാലാവസ്ഥകളിൽ ധ്രുവപ്രദേശങ്ങൾ മുതൽ മരുഭൂമികൾ വരെ മനുഷ്യൻ പടർന്നിട്ടുണ്ട്. അവിടെ എങ്ങനെ ജീവിക്കാനുള്ള ശാരീരിക പ്രത്യേകതയും ശാരീരിക പൊരുത്തപ്പെടലും അഡാപ്റ്റേഷനും ആവശ്യമുണ്ടോ അത് അള്ളാഹു നൽകിയിട്ടുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാം ദറഅ എന്ന വ്യാപനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക എന്നാണ് ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത്. തിരിച്ചുപോക്ക് മറ്റൊരിടത്തേക്കുമല്ല, അള്ളാഹുവിലേക്ക് മാത്രമാണ്. സത്യനിഷേധികൾ പരലോകത്തെ നിഷേധിച്ചതിനുള്ള വളരെ ശക്തമായ മറുപടി കൂടിയാണ് ഇത്. ആദ്യമായി ഭൂമിയിൽ വ്യാപിപ്പിച്ചവന്, സൃഷ്ടിച്ച് പരത്തിയവന് വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ ഏറെ എളുപ്പമാണ് എന്ന മറുപടി മനുഷ്യൻ്റെ അഹങ്കാരത്തിനുള്ള മറുപടി കൂടിയാണ്. എവിടെ വ്യാപിച്ചാലും എവിടെ പോയാലും അവസാനം ഒരേ ഇടത്ത് വന്ന് നിൽക്കേണ്ടി വരും. ഇത് സത്യവിശ്വാസികൾക്ക് പ്രത്യാശയുടെ, സത്യനിഷേധികൾക്ക് ആശങ്കയുടെ സന്ദേശം കൂടിയാണ്. നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഈ ആയത്ത്. അള്ളാഹുവിൽ നിന്ന് വന്നു, അവൻ സൃഷ്ടിച്ചു, അവനിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഭൂമിയിൽ സ്ഥിര താമസക്കാരല്ല, താൽക്കാലികമായി അള്ളാഹു പാർപ്പിച്ചതാണ്. വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകളെപ്പോലെ. യഥാർത്ഥ വീട് പരലോകത്താണ്. അങ്ങോട്ട് നമ്മൾ എത്തിയേ തീരൂ. ഒരു കർഷകൻ പാടത്ത് വിത്ത് വിതറും. വിത്തുകൾ പലയിടത്തായി ചിതറി വീണ് വളരും. എന്നാൽ കൊയ്ത്തുകാലത്ത് കർഷകൻ അതെല്ലാം ഒരിടത്തേക്ക് ശേഖരിക്കും. നാം വിത്താണ്, അള്ളാഹുവാണ് നമ്മെ ഒരിടത്തേക്ക് ഒരുമിച്ച് കൂട്ടുക. ഒരു സ്കൂളിൽ കുട്ടികൾ നേരത്തെ എത്തി ഗ്രൗണ്ടിലും പല ഭാഗത്തുമായി ഉണ്ടാകും. എന്നാൽ അസംബ്ലിക്ക് ബെല്ലടിച്ചാൽ എല്ലാവരും ഒന്നിച്ച് ഒരിടത്ത് ഒരുമിച്ച് കൂടും. അതുപോലെ അള്ളാഹു ഒരിടത്ത് സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് പരലോകമെന്നത്. സൃഷ്ടിച്ച റബ്ബ് തന്നെ കൃത്യമായി പരലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും.
രണ്ടും അള്ളാഹുവിന് പ്രയാസകരമല്ല. സൃഷ്ടിപ്പും പ്രയാസമല്ല, വീണ്ടും ഒരുമിച്ച് കൂട്ടലും പ്രയാസമല്ല. അതുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ആ ദിനത്തിന് വേണ്ടി തയ്യാറാവുക എന്നതാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിചാരണയുണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവോട് നന്ദി കാണിക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.